വേദിയിലേക്ക് മാറ്റപ്പെട്ടത്. ഈ തടവ് എന്ന സിനിമ എനിക്ക് നൽകിയ ഈ അംഗീകാരത്തിൻ്റെ പേരിൽ വിശാലമായൊരു ലോകം കൂടിയാണ് തടവ് എന്ന സിനിമ എനിക്ക് നൽകിയത്. ചെറുതും വലുതുമായ പല പല വേദികളിലൂടെ കടന്നു പോകുന്നു. ഈ ഒരു വേദി എനിക്ക് തികച്ചും പുതിയത് തന്നെയാണ്. ഇവിടെ ഉദ്ഘാടകയായിട്ട് ഫിലിം ഫെസ്റ്റിവലിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. കാരണം സിനിമയും ഞാനും തമ്മിൽ ഒരുപാട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചു. അവസാനം അഭിനയിച്ച സിനിമയിൽ ഒരു സിനിമയാണ് ഞാൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചത്. അതിന് അംഗീകാരം കിട്ടി. ആ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ലോകം തന്നെ വലിയ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു അംഗീകാരമാണെന്ന് ഞാൻ തിരിച്ചറിയാം. ആദ്യം ഇതിൻ്റെ വലിപ്പമൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരും സഹപ്രവർത്തകരും നാടകക്കാരും സിനിമാക്കാരും ഒക്കെ എൻ്റെ കുട്ടികളും ഒക്കെ ഇതിനെ പങ്കിട്ട് സന്തോഷിക്കുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഇത് പങ്കിടാനായിട്ട് ഉർവശി ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായതും എനിക്കൊരു ആശ്വാസമാണ്. കാരണം ഞാൻ ഈ സിനിമ മെയിൻ സ്ട്രീമിൽ ഞാൻ അഭിരുചിതയാണ്. എൻ്റെ മേഖല എന്ന് പറയുന്നത് നാടകമാണ്. അപ്പോൾ നാടകത്തിലൂടെ ഞാൻ സിനിമയിലെത്തി. സിനിമയിലെ അംഗീകാരം കൊണ്ട് എൻ്റെ നാടകമാണ് ഇപ്പോൾ കളിച്ച് നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പല വേദികളിൽ എത്തുമ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കി കാണാറുണ്ട്. 30 വർഷമായിട്ടുള്ള നാടക പ്രവർത്തക എന്ന നിലയ്ക്ക് എന്നെ ആരും അറിയില്ല. ഒരു സിനിമയിലെ അംഗീകാരം കിട്ടിയപ്പോൾ എന്നെ എല്ലാവരും അറിയുന്നു. അപ്പോൾ സിനിമയും നാടകവും തമ്മിലുള്ള ആ ഒരു വലിയ അന്തരം ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടിയും അല്പം രസത്തോടു കൂടിയൊക്കെ നോക്കി കാണുകയാണ്. അത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രേംകുമാർ സാർ പറഞ്ഞ പോലെ ആളുകളുടെ ഉള്ളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇറങ്ങി ചെല്ലുന്ന മാധ്യമം തന്നെയാണ് സിനിമ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന് സ്വീകാര്യത കിട്ടുന്നത്. പക്ഷേ എന്നാലും ഏത് തരം സിനിമകളാണ് ഇപ്പോൾ ആളുകളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇത്തരം ഫെസ്റ്റിവലുകൾ ഞാൻ 3 ഫെസ്റ്റിവലുകളിലാണ് പങ്കെടുത്തത്. ഡയലോഗ് ഫെസ്റ്റിവൽ, ചിറ്റൂർ ഫെസ്റ്റിവൽ, കണ്ണൂർ ഫെസ്റ്റിവൽ. അപ്പോൾ ഇത്തരം ഫെസ്റ്റിവലുകളിൽ സമാന്തര സിനിമകൾ തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത്. ഒരു വളരെ വ്യത്യസ്തമായ ഇത്തരം സിനിമകൾ കാണാൻ ആളുകൾ ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ തടവിൻ്റെ തന്നെ അവസ്ഥ അതാണ്. കഴിഞ്ഞ കൊല്ലം ഡയലോഗ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച സിനിമ ഇതുവരെയും റിലീസായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ സ്ട്രഗിളിലാണ് ഞങ്ങളിപ്പോഴും. എല്ലാവരും ഓരോ വേദിയിൽ ചെല്ലുമ്പോൾ ഞാനാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഈ സിനിമ എങ്ങനെ ഞങ്ങൾക്ക് കാണാൻ കഴിയും? എനിക്ക് ഉത്തരമില്ല. ഞാൻ ഡയറക്ടറെ വിളിക്കും, പ്രൊഡ്യൂസറെ വിളിക്കും, എങ്ങനെയാണ് ഇത് കാണാൻ? ഞാൻ എന്താ പറയേണ്ടത്? ഞാനാണ് ഈ വേദികളിൽ ഇങ്ങനെ നടക്കുന്നത്, മൈക്കിന് മുന്നിൽ ഞാൻ നിൽക്കുന്നു. ഞാൻ ആളുകൾ ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? അങ്ങനെ അവസാനം തടവ് എന്ന സിനിമ മോചനം നേടാനുള്ള ഒരു വക്കത്തെത്തി. ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോഴേക്കും വരും എന്ന് തിയേറ്റർ റിലീസ്, മിനിമം തിയേറ്ററുകളിൽ റിലീസ് വരും എന്ന ഒരു സന്തോഷ വാർത്ത അറിയാനായിട്ട് സാധിച്ചു. എന്തായാലും ഒരുപാട് ചെറുപ്പക്കാർ ഇത്തരം സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ ഇത്തരം ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പല ലൈബ്രറികളുടെ പ്രവർത്തനങ്ങളിൽ ലൈബ്രറി ഉദ്ഘാടനത്തിനൊക്കെ ഞാനിങ്ങനെ പോവാറുണ്ട്. അവിടെയൊക്കെ ഒരുവിധം തലനരച്ച ആളുകളാണ് ഇരിക്കാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരെയാണ് ഞാൻ കാണുന്നത്. അതും സിനിമയും നാടകവും അല്ലെങ്കിൽ ലൈബ്രറി പ്രവർത്തനങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഞാനിങ്ങനെ മനസ്സിലാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലൈബ്രറിയിലേക്ക് ഇത്തരം കുട്ടികൾ ചെറുപ്പക്കാർ വരാതിരിക്കുന്നത് അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധങ്ങളില്ലാഞ്ഞിട്ടോ അവർ വായിക്കാഞ്ഞിട്ടോ അവരുടെ അറിവുകളില്ലാഞ്ഞിട്ടോ ഒന്നുമില്ല. അവരൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കഴിവുകളാണ്. ഞാനൊരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എൻ്റെ കുട്ടികളെ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ അവരൊക്കെ എന്നും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ വെറുതെ കുട്ടികളെ പാസീവ് ലിസണേഴ്സായിട്ട് ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലോകമൊക്കെ വേറെ ഇതിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയായ നാടകത്തിനെ ഞാൻ എൻ്റെ പാഠഭാഗങ്ങളിലൂടെ സന്നിവേശിപ്പിച്ചാണ് പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാടകം എന്ന് പറയുന്നത് പല കലകളുടെ സമ്മേളനമാണ്. അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ മിടുക്കനായ കുട്ടി എന്ന് പറയുമ്പോൾ എഴുത്തും വായനയും അറിയുന്ന കുട്ടി മിടുക്കൻ എന്നൊരു ധാരണ നമുക്കുണ്ട്. പക്ഷേ ഒരു നാടകമായിട്ട് ഈ പാഠഭാഗങ്ങളെ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കുറേ കുട്ടികൾ അതിന് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടാവും, ചിലവരതിൻ്റെ അതിന് വേണ്ട മ്യൂസിക് എഴുതുന്നുണ്ടായിരിക്കും, ചിലവരത് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു, ചില കുട്ടികൾ അതിന് വേണ്ട പ്രോപ്പർട്ടികൾ ഉണ്ടാക്കുന്നു.
അതിനുവേണ്ട മ്യൂസിക് ലാപ്ടോപ്പിൽ പ്ലേ ചെയ്യുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ അവരോട് റിഹേഴ്സൽ ചെയ്യാൻ പറയുമ്പോൾ അവർ തമ്മിലൊന്നും തൊടാൻ പറ്റില്ല. ഞാൻ UP സ്കൂളിലെ ടീച്ചറാണ്. ഇങ്ങനെ തൊടാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കുക ചെയ്യുക. പക്ഷേ ഈ റിഹേഴ്സൽ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ അവർ പരസ്പരം ഇത് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ആൺകുട്ടിയാണ്, ഇത് ഇതൊന്നും ഒരു ബോധമില്ലാതെ അവരങ്ങോട്ട് ഇഴുകിച്ചേർന്ന് അവരുടെ ആ ഒരു പെർഫോമൻസിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കും. ആ ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ ഈ കുട്ടികൾ വല്ലാത്തൊരു ആത്മവിശ്വാസം, എനിക്ക് ഇന്നതിനുള്ള കഴിവുണ്ട്. അതുവരെ എഴുത്തിന് മണ്ടൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തുന്ന ഈ കുട്ടികൾ എനിക്കും ഇതിനൊക്കെ ഒരു കഴിവുണ്ട്, ഞാനും എന്തൊക്കെയോ ആണ് ഈ സ്കൂളിൽ എന്നുള്ളൊരു തിരിച്ചറിവ് ആ കുട്ടികളെ ആ പാഠഭാഗങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കാഴ്ച, മനോഹരമായ കാഴ്ച. അതുപോലെ തന്നെ സിനിമകൾ എടുക്കാൻ കുട്ടികൾക്ക് മൊബൈലിൽ സിനിമകൾ എടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ രസകരമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വേണം, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് വേണം ക്ലാസ് റൂമുകളെ കൊണ്ടുപോകാൻ, എന്നാലേ കുട്ടികൾ ഇരിക്കൂ. ആ ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 വർഷം കൂടിയുള്ളൂ അധ്യാപന രംഗത്ത്. ഈ അവസാന നിമിഷത്തിൽ ഞാൻ പാഠപുസ്തക കമ്മിറ്റിയിലുണ്ട്. അതും ഞാനിങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിനൊന്നും പ്രാപ്തയല്ല എന്ന് പറഞ്ഞ് മാറി നിന്നതായിരുന്നു. നിർബന്ധപൂർവം എന്നെ കുറേ അധ്യാപകർ വിളിക്കുകയും അതിലൊരു ഭാഗമാകാൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് പ്രവർത്തനാധിഷ്ഠിത അഭിനയം അതിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ കുട്ടികൾക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്നതുകൊണ്ട് തന്നെ ഈ അഭിനയത്തെ കൂടുതൽ സിനിമയായാലും നാടകമായാലും പാഠഭാഗത്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം എനിക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്തായാലും ആളുകൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ സംഘടിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം ഫെസ്റ്റിവലുകൾ ഉയർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ 8ാമത് ഡയലോഗ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇതിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി.